ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് ലൈഫ് എന്ന് പേരിട്ടത്. ഞാൻ എന്തുകൊണ്ടാണ് 4,43,000 വീട് ഉമ്മൻചാണ്ടിയുടെ കാലത്തുനിന്ന് വെച്ചതെന്ന് പറയാൻ കാര്യം, ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഈ പിണറായി സർക്കാരിലെ മന്ത്രിമാര് നൽകിയ മറുപടി എന്റെ കയ്യിലുണ്ട്. അപ്പൊ അവസാനം നമുക്ക് നോക്കാം ആരാണ് യമണ്ടൻ നുണ പറഞ്ഞത്. 4,43,000 വീട് പണിതു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ 4,000 വീട് പണിതു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണോ നുണ പറഞ്ഞത്, ഞാനാണോ നുണ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. 16/5/2017 തദ്ദേശ സ്വയംഭരണ മന്ത്രിയായ KT ജലീലിനോട് ചോദിച്ച ചോദ്യത്തിന് ചോദ്യം നമ്പർ 4003 ഉത്തരമായി 2011-12 മുതൽ 2015-16 വരെയുള്ള കാലയളവിൽ ഇന്ദിരാ ആവാസ് യോജന പദ്ധതി പ്രകാരം 2,75,038 വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ട്, ആ ഉത്തരവുണ്ട്. 2,75,000 വീട് അപ്പൊ തന്നെയായി. ഇതുകൂടാതെ പട്ടികജാതി വികസന വകുപ്പ് മുഖേന 24,887 വീടുകളും പട്ടികവർഗ വകുപ്പ് മുഖേന 17,588 കുടുംബങ്ങൾക്കും ഭവന പദ്ധതി ആനുകൂല്യം നൽകിയെന്ന് മന്ത്രി AK ബാലൻ 30/6/2016 ചോദ്യത്തിന് ഉത്തരമായി നൽകിയിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം. ഫിഷറീസ് വകുപ്പിന്റെ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം 40,000 പേർക്ക് വീട് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ 71,710 കുടുംബങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തുകളും 12,938 കുടുംബങ്ങൾക്ക് മുനിസിപ്പാലിറ്റികളും 12,815 കുടുംബങ്ങൾക്ക് കോർപ്പറേഷനുകളും സംസ്ഥാന സർക്കാർ നൽകുന്ന വിഹിതം ഉപയോഗിച്ച് വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യത്തിന് ഉത്തരമായി ലഭിച്ച മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ വിവിധ പദ്ധതികളിലായി 4,000-ഓളം വീടുകളും നൽകിയിട്ടുണ്ട്. ഈ കണക്കുകൾ ഞാൻ പറഞ്ഞതല്ല, LDF മന്ത്രിമാർ നിയമസഭയിൽ നൽകിയ ഉത്തരങ്ങളാണ്. ഇനി കണക്ക് കൂട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ വീടായി 4,58,976 ഇപ്പോ. കാരണം വേറെയും കുറച്ച് കണക്കുകൂടി കിട്ടി ഞാൻ പറഞ്ഞതിന് ശേഷം. മനസ്സിലായില്ലേ? ഇതാണ് ഇന്ദിരാ ആവാസ് യോജന മന്ത്രി KT ജലീലിന്റെ നിയമസഭയിലെ ഉത്തരം. പറഞ്ഞിരിക്കുന്നത് 2011-12 മുതൽ 15-16 വരെ ഉമ്മൻചാണ്ടി ഭരിച്ചത്. ഇന്ദിരാ ആവാസ് യോജന പ്രകാരം അനുവദിച്ചത് 2,94,000 ആണെങ്കിലും ആ കാലയളവിൽ പണി തീർത്തത് 2,75,038 ആണ്. എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അനുവദിച്ച വീടുകളിൽ 74.77 ഇത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ മന്ത്രി അനുവദിച്ച അത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ. പിന്നെ വീണ്ടും ശ്രീ AK ബാലന്റെ മറുപടി, നിയമസഭയിലെ ഉത്തരം, AK ബാലന്റെ ഉത്തരം. അതിൽ അദ്ദേഹം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ എല്ലാം ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട് പണിതിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽ ഒട്ടാകെ അനുവദിച്ച 24,900 32,559 വീടുകളാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഒരു വീടിന് കേന്ദ്ര സർക്കാരും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണക്ക് കൃത്യമായിട്ട് എത്രയോ വീടുകളെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.